Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realmeന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ Realme U1 ആണ്. അപ്പോൾ Realme എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് ഒരു 5-6 മാസമായി. അവർ 3-4 സ്മാർട്ട് ഫോൺ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായി. Realme 1, Realme 2, Realme 2 Pro, Realme C1 അങ്ങനെ ഒരുപാട് നല്ല സ്മാർട്ട് ഫോൺസ് ഇറക്കിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് Realme U1. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹീലിയോ P70 എന്ന് പറഞ്ഞ ചിപ്സെറ്റിൻ്റെ ഗ്ലോബൽ ഡെബ്യൂ ആണ് ഈ സ്മാർട്ട് ഫോൺ വഴി ചെയ്യുന്നത്. അപ്പോൾ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P70 എന്ന വളരെ ഒരു പവർഫുൾ പ്രോസസ്സറാണ് മിഡ് റേഞ്ചിൽ, അതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതൊരു സെൽഫി ഫോക്കസ് സ്മാർട്ട് ഫോണാണ്. 25 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നോക്കുന്നതാണ്. അപ്പോൾ ഇതാണ് Realme U1. അപ്പോൾ ഇത് പുതിയ റിയൽമീൻ്റെ ലോഗോ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് റിയൽമീൻ്റെ പുതിയ ലോഗോ. പിന്നെ ബോക്സ് പാക്കിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പഴയ ബോക്സ് പാക്കിംഗ് പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റായ ബോക്സ് പാക്കിംഗ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് 4GB റാമും 64GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. Realme U1 എന്ന് പറഞ്ഞ ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. തുറക്കുമ്പോൾ തന്നെ മുകളിൽ റിയൽമീൻ്റെ ഒരു സ്മോൾ ബോക്സാണ് വരുന്നത്. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റർ പിന്നും ഒരു കേസും വാറൻറ്റി ഇൻഫോർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിനകത്ത് കാണാം. ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ട് ഇൻക്ലൂഡറാണ്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡറാണ്. പിന്നെ സാർ വാല്യൂയെക്കുറിച്ചും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യം തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 13+2 മെഗാ പിക്സൽ റിയർ ക്യാമറ, 25 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയാണ് 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ബോക്സിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണുന്നത് ഫോണാണ്. അപ്പോൾ Realme U1 ആണിത്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബോക്സിൽ നിന്ന് എടുക്കാം. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് റിയൽമീൻ്റെ U1. അപ്പോൾ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു നല്ല ഗ്ലാസ് ലൈക്ക് ഫിനിഷാണ്. ലൈറ്റ് പില്ലർ ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. 13 ലെയേഴ്സ് ഓഫ് മൈക്രോ ലെവൽ കോട്ടിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നോച്ച് ഇൻക്ലൂഡ് ആണ്. നോച്ച് എന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ Realme 2 Proയിൽ കണ്ട പോലെ തന്നെയാണ് ഇതിലും വരുന്ന നോച്ച്. പിന്നെ താഴത്ത് മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കും പിന്നെ ഇതിനകത്ത് വരുന്നത് സ്പീക്കർ യൂണിറ്റുമാണ്. മേൽഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. റിയർ ക്യാമറ 13+2 മെഗാ പിക്സൽ ക്യാമറ, ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ Realme ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇതാണ് Realme U1. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെ വരുന്നത് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ട് 2 ആംപിയർ വോൾട്ടേജ് റേറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫൈനലി ഇതിനകത്ത് വരുന്ന കേബിളാണ്, USB ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Realme U1. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പവർ ചെയ്യുന്നത് ഹീലിയോ P70 ഒക്ടാകോ ചിപ്സെറ്റാണ്. 6.3 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. ഇത് കളർ OS ആണ് വരുന്നത്. കളർ OS 5.2 ആണ് ഇതിൻ്റെ അകത്തിൽ വേർഷൻ വരുന്നത്. ഹീലിയോ P70 ഒക്ടാകോ ചിപ്സെറ്റ്, 4GB റാമും 64GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാ റിയൽമി സ്മാർട്ട് ഫോൺസിലും വരുന്ന പോലെ തന്നെ ക്ലോൺ ആപ്സ് സ്പ്ലിറ്റ് സ്ക്രീൻ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡറാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാവുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൽ 13+2 മെഗാ പിക്സൽ റിയർ ക്യാമറയാണ് വരുന്നത്. ഡുവൽ മോഡ്, പോർട്രേറ്റ് മോഡും സ്ലോ മോഷനും വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ 25 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് കുറച്ചെടുത്ത സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Realme U1 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത സാമ്പിൾസാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറയെക്കുറിച്ച് നമ്മൾ വിശദമായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത കുറച്ച് സാമ്പിൾസ്. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ഇതിനകത്ത് വരുന്നത് 6.3 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അത് നല്ലൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. നിങ്ങൾക്ക് കാണാം വൈബ്രൻ്റ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ്. Gorilla Glass 3 സപ്പോർട്ട് ഇൻക്ലൂഡറാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് പറയാവുന്നത് 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ ഒരു ദിവസമൊക്കെ എന്താണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് 2 വേരിയൻറ്റിലാണ് വരുന്നത്. 3GB റാം 32GB സ്റ്റോറേജ്, 4GB റാം 64GB സ്റ്റോറേജാണ് 2 വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കിപ്പോൾ അറിയത്തില്ല. ഇത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്കിത് എംബാർഗോയിൽ അയച്ചു തന്നതായതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രൈസിങ് അറിയത്തില്ല. എക്സ്പെക്റ്റ് ഒരു 12ഉം 14ഉം ആയിരിക്കാനാണ് ചാൻസ് 2 വേരിയൻറ്റിൻ്റെ.
12,000 14,000 ആവാനാണ് ചാൻസ്. പക്ഷേ നമുക്ക് ഒഫീഷ്യലായ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു റിയൽമി U1 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.